Hello students, welcome to this channel. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലീനിയർ ഓൾജിബ്ര ആണ്. ലീനിയർ ഓൾജിബ്ര അതായത് മെഷീൻ ലേണിംഗ് എന്ന സിലബസിനകത്ത് ഫസ്റ്റ് മോഡ്യൂളായ ലീനിയർ ഓൾജിബ്രയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് സ്പാൻ ഓഫ് എ വെക്ടേഴ്സ്, സ്പാൻ ഓഫ് എ സെറ്റ് ആണ് എന്താണെന്ന് നോക്കി. അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻസ് ഓഫ് വെക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബേസിസ് ആൻഡ് ഡയമെൻഷൻ. അപ്പോൾ ബേസിസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു വെക്ടർ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ രണ്ട് ബൈനറി ഓപ്പറേഷൻസ് വേണം. അതായത് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ നമ്മളൊരു സെറ്റ്, ഇതിൻ്റെ സബ്സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു എ എന്ന് പറയുന്നത്. അത് എപ്പോഴായിരിക്കും ഒരു ബേസിസ് ആവുക എന്ന് പറയുന്നത്, അതായത് അതിൽ ഒരു മിനിമൽ സെറ്റ് ഇഫ് ദർ ഇസ് ഒരു മിനിമൽ, ഇറ്റ്സ് കോൾഡ് എ മിനിമൽ ഇഫ് ദർ എക്സിസ്റ്റ് നോ സ്മോളർ സെറ്റ്. അതായത് ഇനി ഒരു സെറ്റ്, അതിൽ നിന്ന് ഒരു സെറ്റ് നമുക്ക് ഒരു ഏറ്റവും ചെറിയ ഒരു സെറ്റായിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യുക. എ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും മിനിമം, അതിൽ കുറഞ്ഞ് ഒരെണ്ണം ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാവാൻ പാടില്ല. അപ്പോൾ അതായിരിക്കണം ലീസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അങ്ങനെ ഒരു സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിനെ നമ്മൾ ബേസിസ് എന്ന് പറയണമെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വെക്ടറിനെ, അതായത് സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സിനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതായത് ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 എക്സെട്ര ആൽഫ k xk, അതിൻ്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ്, അതായത് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ k ഓൾസോ ഷുഡ് ബി ഈക്വൽ ടു 0. എങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്, അങ്ങനെ ഒരു സെറ്റ് നമുക്ക് കിട്ടുവാണ്, അതും മിനിമൽ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ബേസിസ്. ഇനി വേറൊരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർത്ത് വയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയും കൂടി നിങ്ങൾക്ക് എഴുതാം. എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് v1 v2 എക്സെട്ര vn ബിലോങ്സ് ടു v in a vector space is said to be a basis of v if the vectors v1 v2 എക്സെട്ര vn are linearly independent. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക, ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 എക്സെട്ര പ്ലസ് ആൽഫ n vn is equal to 0 such that അതിലെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് എല്ലാം എന്തായിരിക്കണം, ആൽഫ 1 ഈക്വൽ ടു 0, ആൽഫ 2 ഈക്വൽ ടു 0 എക്സെട്ര ആൽഫ n ഈക്വൽ ടു 0. ഈ ഒരു കണ്ടീഷനും കൂടി ആയിരിക്കണം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളത്. പിന്നെ സ്പാൻ ദ ഹോൾ സബ് സ്പേസ്, സ്പാൻ ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സിനെ നമ്മൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് ആൽഫ 1 ആൽഫ 2 ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 എക്സെട്ര ആൽഫ n vn എന്ന് നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്താ പറയുക, ഓരോ വെക്ടേഴ്സിനെ നമ്മളിങ്ങനെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ വെക്ടേഴ്സ് എന്ന് നമ്മൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് സെറ്റ് ടു ബി എ സ്പാൻ ഓഫ് ദ വെക്ടേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പറയുന്നത്, എ സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ്, അത് നമ്മൾ v1 v2 എക്സെട്ര vnനെ ഇന്ന വെക്ടർ സ്പേസിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ, വെക്ടർ സ്പേസിനകത്ത് രണ്ട് ബൈനറി ഓപ്പറേഷൻസ് വേണം, ഒരെണ്ണം അഡീഷൻ മറ്റൊന്ന് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ എടുക്കുവാണ്. അതിനെ എപ്പോഴായിരിക്കും നമ്മൾ ബേസിസ് എന്ന് പറയുക, അതിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം ആൻഡ് സ്പാൻസ് ദ ഹോൾ സബ് സ്പേസ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ആൻഡ് ഓൾസോ സ്പാൻ ദ ഹോൾ സബ് സ്പേസ് എന്ന് പറഞ്ഞാൽ എവറി വെക്ടർ, ഓരോ വെക്ടറിനെയും നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദെൻ വി സേ ദാറ്റ് ഇറ്റ് ഈസ് എ സ്പാൻ ഓഫ് എ സെറ്റ് എന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ കാൽക്കുലേഷൻസും ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ സെറ്റ് ഓഫ് ഓൾ വെക്ടർ, സപ്പോസ് എസ് ഇസ് ഈക്വൽ ടു e1 e2 എക്സെട്ര en എന്ന് പറഞ്ഞാൽ എന്താണ്, e1നെ നമുക്ക് 1 0 0 0, e2നെ 0 1 0 0 0, en അങ്ങനെ നമ്മൾ n മെട്രിക്സ്, അതായത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലേ, 1 0 0 എക്സെട്ര 0 0 1 0 എക്സെട്ര 0, അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ 0 0 0 at last term will be 1. ഇങ്ങനെ ഒരു മെട്രിക്സിനെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ദ സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ വിച്ച് സെറ്റ് r raised to n, കാരണം n എലമെൻറ്റ്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ്. നമുക്കിവിടെ എന്താ പറയുക, ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ബേസിസ്. നമുക്കിവിടെ എത്ര എലമെൻറ്റ്സ് ആണോ വരുന്നത് അതിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മെട്രിക്സിൻ്റെ, ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ
ബേസിസ് എന്ന് അതായത് അതൊരു ബേസിസ് ആണ്. അതുകൂടാതെ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നതും n ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ബേസിസ് ഇസ് കോൾഡ്, ആ എലമെൻസിൻ്റെ, അതായത് ഇപ്പോൾ ഇവിടെ സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയായിരിക്കാം? നമ്മൾ n എലമെൻറ്റ്സ് ആയിരിക്കും കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ദ ഡയമെൻഷൻ ഓഫ് ദ set, the dimension of the vector space, dimension dim of v is equal to n എന്നായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഒരു തിയറമുണ്ട്. ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഓർത്തു വയ്ക്കുക. ലെറ്റ് വി ബി എ വെക്റ്റർ സ്പേസ് ഓഫ് ഡയമെൻഷൻ n. ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ n എന്ന് പറഞ്ഞാൽ എന്താണ്? വി കൺസിഡർ n എലമെൻറ്റ്സ് ഫോർ ദിസ് വെക്റ്റർ സ്പേസ്. ആ വെക്റ്റർ സ്പേസിന് നമ്മൾ 2 ബൈനറി ഓപ്പറേഷൻസ് കൺസിഡർ ചെയ്യുന്നു. പിന്നെ നമുക്ക് അതിനകത്ത് n എലമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതെങ്ങനെ എടുക്കും? നമ്മൾ v1 v2 v3 എക്സെട്ര vn എന്ന് നമ്മൾ n എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നു. ദെൻ എനി സെറ്റ് ഓഫ് n ലീനിയർലി independent vectors of V is a basis of V. Any set of linearly independent vectors. നമ്മൾ ഒരു വെക്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ ഈ കണ്ടീഷനാണ് ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 എക്സെട്ര ആൽഫ n vn where the corresponding coefficients alpha 1 alpha 2 എക്സെട്ര ആൽഫ n is equal to 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ നമ്മൾ പറയുന്നത് ആ വെക്റ്റർ സ്പേസിനെ ബേസിസ് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ തിയറം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിയറമാണ്. ഇതിൻ്റെ ബേസിസിൽ നമുക്കിപ്പോൾ സപ്പോസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരുവാണ്. നമുക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ തരുമ്പോൾ 3 വെക്ടറോ 4 വെക്ടറോ മാക്സിമം 5 വെക്ടേഴ്സൊക്കെ തരത്തുള്ളൂ. അപ്പോൾ 3 വെക്ടേഴ്സ്, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രൂവ് ദാറ്റ് ദ വെക്ടേഴ്സ് 1 3 1 2 3 -1 1 2 -1 ഫോം എ ബേസിസ്. അപ്പോൾ ബേസിസ് ആണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിൻ്റെ വെക്റ്റേഴ്സ് എന്തായിരിക്കണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതായത് ഈ ഒരു കണ്ടീഷൻ ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 പ്ലസ് ആൽഫ 3 v3 ഇസ് ഈക്വൽ ടു 0. അതുമാത്രമല്ല ഇതിൻ്റെ കറസ്പോണ്ടിങ് ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു ആൽഫ 3 ഈക്വൽ ടു 0 എന്നും കൂടി നമുക്ക് വരുവാണെങ്കിൽ ഈ 3 വെക്റ്റേഴ്സും ബേസിസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഞാൻ പറയാം, ഇത് നമ്മൾ പഠിക്കണമെങ്കിൽ, ബേസിസ് അറിയണമെങ്കിൽ ഇതിന് പുറകോട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്താണ്, ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്താണ്, ബേസിസ് എന്താണ് എന്നൊക്കെ ഉള്ള കണ്ടീഷൻസ്, അതുമാത്രമുള്ള സ്പാൻ ഓഫ് എ സെറ്റ് എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റൂ. അതാണ് ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിലെ ഡെഫിനിഷൻസ് ഒക്കെ ഒന്നുകൂടി ഞാനിവിടെ കാണിച്ചത്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ഈ ഒരു കണ്ടീഷൻസ്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ വർക്കിംഗ് റൂൾ എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് വരണം റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ 0 ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് വരുവാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ എഴുതും. ഇതിന് വേറെ ഒന്നും ആലോചിക്കേണ്ട, നമുക്ക് യുണീക്ക് സൊല്യൂഷനാണ് ആൽഫ 1 ഈക്വൽ ടു 0 ആൽഫ 2 ഈക്വൽ ടു 0 ആൽഫ 3 ഈക്വൽ ടു 0 എങ്കിൽ ദ വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ദ സൊല്യൂഷൻ ഈസ് നോട്ട് എ ബേസിസ്, ദ വെക്ടേഴ്സ് ഡു നോട്ട് ഫോം എ ബേസിസ് എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ഇനി പ്രോബ്ലം നോക്കാം. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഒരു വെക്ടേഴ്സ് നമുക്ക് തരുമ്പോൾ അതൊരു ബേസിസ് ആണ് എന്ന് പറയണമെങ്കിൽ അതിൽ എനി സെറ്റ് ഓഫ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ നമുക്കത് പ്രൂവ് ചെയ്യാം. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? ആ സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സിനെ ഈ ഒരു കണ്ടീഷനിൽ എടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ഈക്വൽ ടു 0 എന്ന്, കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ഈക്വൽ ടു 0 എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ ആദ്യം ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഫസ്റ്റ് കൺസിഡർ ചെയ്യണം. എന്നിട്ട് അതിന് നമ്മൾ ഗോസ് എലിമിനേഷൻ, അതായത് എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ കാൽക്കുലേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ റാങ്ക് ഓഫ് എ നോക്കണം. പിന്നെ നമ്മൾ റാങ്ക് ഓഫ് എ 0 നോക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? എയും എ 0യും എന്താണ്, ലെസ് ദാൻ 0 ആണോ എന്ന് നമ്മൾ നോക്കും. ഈക്വൽ ടു 0 ആണോ, ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണോ, ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണോ എന്ന് നോക്കണം. ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ പറയാം എന്താണ്, ഇറ്റ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. ആ യുണീക്ക് സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതും? അതായത് ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു ആൽഫ 3 ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ദെൻ വി സേ ഇറ്റ് ഫോംസ് എ ബേസിസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് എടുക്കാം. അപ്പോൾ
ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. അതിൽ പ്രൂവ് ദാറ്റ് ദ വെക്ടേഴ്സ് 1 3 1 2 3 -1 1 2 -1 ഫോം എ ബേസിസ്. ഇനി ഈ ഡെഫിനിഷൻ ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ പ്രോബ്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അതായത് നമുക്കിപ്പോൾ ഒരു വെക്ടേഴ്സ് തന്നിട്ടുള്ളതിന് ആദ്യത്തേനെ V1 എന്ന് എടുക്കാം, സെക്കൻഡ് വൺ V2 ആൻഡ് ലെറ്റ് us take third one to be V3. Now we are having 3 vectors, so we have to show that it forms a basis. That means we can say that it has, അതായത് ഈ വെക്ടേഴ്സിന് എന്താണ്, these 3 vectors has a linearly independent, അല്ലെങ്കിൽ these 3 vectors are linearly independent എന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട കണ്ടീഷൻ എന്താണ്? ലെറ്റ് us assume that alpha 1 v1 plus alpha 2 v2 plus alpha 3 v3 equal to 0. Now alpha 1 into first vector, alpha 2 into second vector plus alpha 3 into third vector. Now first coefficient, multiply add the first coefficient, alpha 1 into 1 plus alpha 2 into 2 plus alpha 3 into 1 equal to 0. First equation. Now second equation, how will you form this? 3 into alpha 1 plus 3 into alpha 2 plus 2 into alpha 3 equal to 0. Second equation. Now the third equation, alpha 1 into 1 minus alpha 2 minus alpha 3 equal to 0. So now we are having 3 simultaneous linear equations where the coefficients are alpha 1. നമുക്കിവിടെ വന്നിരിക്കുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്? we have to find alpha 1, alpha 2, alpha 3. So here we are considering variables to be, we want to find out alpha 1, alpha 2, alpha 3. Now this is in the matrix form. How will you convert this to the matrix form? The coefficients are 1 2 1 3 3 2 1 minus 1 minus 1 into the vectors are alpha 1, alpha 2, alpha 3, that is equal to the 0 vector, which is 0 0 0. So actually this is in the form of A into X equal to B. So therefore the augmented matrix, how will you consider the augmented matrix? A matrix and B matrix. നമുക്കിവിടെ 0 matrix ആയതുകൊണ്ട് A, 0 എന്ന് എടുക്കാം. So 1 first column 1 3 1 2 3 minus 1 1 2 minus 1, last column add the 0 0 0. ഇനി നമുക്ക് ഫസ്റ്റ് കാൽക്കുലേഷൻ നമുക്ക് കൊടുക്കണം. സോ ഫിക്സ് ദ ഫസ്റ്റ് റോ ഫിക്സ് ചെയ്താൽ താഴെ എത്ര റോസ് വരുന്നുണ്ട്? 2 റോസ് വരുന്നുണ്ട്. അപ്പോൾ R2ഉം R3യും, അതായത് നമ്മൾ ചെയ്യേണ്ടത് 1 അതിന് താഴെ 2 0 നമ്മൾ കൊണ്ടുവരണം. അതായത് ഇവിടെ രണ്ടിടത്ത് നമ്മൾ 0 കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ R2ൻ്റെ കാൽക്കുലേഷൻ എന്തായിരിക്കും കൊടുക്കുക? R2 is replaced with R2 minus 3R1 with respect to R1 ആണ് ചെയ്യേണ്ടത്. R2 minus 3R1 and R3 is replaced with R3 minus R1. അപ്പോൾ 3 minus 3 0, 3 minus 6 അപ്പോൾ minus 3, 2 minus 3 minus 1 0 minus 0 0. Last one, 1 minus 1 0 minus 1 minus 2 minus 3 minus 1 minus 1 minus 2 0 minus 0 0. ഇനി നമുക്ക് സെക്കൻഡ് റോ. സോ ഫസ്റ്റ് റോ നമ്മൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ, ഫിക്സ് ദ സെക്കൻഡ് റോ ഫിക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 2 റോയും അതേപോലെ എഴുതുക. അപ്പോൾ തേർഡ് റോയിൽ, സെക്കൻഡ് റോയിലെ ലീഡിങ് എൻട്രി -3ക്ക് താഴെ ഒരു 0 നമ്മൾ കൊണ്ടുവരണം. അതായത് ഈ ഒരു എലമെൻറ്റ് 0 ആക്കണം. അപ്പോൾ R3 കാൽക്കുലേഷൻ വിത്ത് റെസ്പെക്ട് ടു R2. സോ R3 ഈസ് റീപ്ലേസ്ഡ് വിത്ത് R3 minus R2. So 0 minus 0 0 minus 3 minus of minus 3. അപ്പോൾ -3 plus 3 എന്ന് പറയുമ്പോൾ ഇവിടെ 0, ഇവിടെ -2 plus 3. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? സോ ഇവിടെ വരുന്നത് -2 മൈനസ് ഓഫ് +1. അപ്പോൾ -1 എന്താവും? +1. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ -1 0. പിന്നെ ഇനി നമുക്ക് കാൽക്കുലേഷൻ ഇല്ല. ഫസ്റ്റ് റോ ഫിക്സ് ചെയ്തു, താഴെ 2 കാൽക്കുലേഷൻ കൊടുത്തു. സെക്കൻഡ് റോ ഫിക്സ് ചെയ്തു, താഴെ 1 കാൽക്കുലേഷൻ. ഇനി റാങ്ക് ഓഫ് എ മെട്രിക്സ്. ഇപ്പം നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനായ ഈ ഒറിജിനൽ മെട്രിക്സിനെ നമ്മൾ അങ്ങ് വിട്ടേക്കണം. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ മെട്രിക്സ് വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് എ മെട്രിക്സ് അല്ലേ? ദിസ് ഇസ് എ മെട്രിക്സ് ആൻഡ് ദിസ് ഇസ് ബി മെട്രിക്സ്. നമുക്കിവിടെ എ മെട്രിക്സ് എന്ന് പറയുന്നത് A is equivalent to 1
2, 1, 0, -3, -1, 0, 0, -1. ഇതാണ് എ മെട്രിക്സ്. അപ്പോൾ റാങ്ക് ഓഫ് എ മെട്രിക്സ് ഇസ് ഈക്വൽ ടു എത്ര? 3 വരുന്നുണ്ട്. നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ഹൗ മെനി നമ്പർ ഓഫ് നോൺ സീറോ റോസ്? 1, 2, 3. അപ്പോൾ റാങ്ക് ഓഫ് എയും 3 ആണ്. ഇനി റാങ്ക് ഓഫ് എ ബി എത്രയാണ്? റാങ്ക് ഓഫ് എ ബി എത്ര നോൺ സീറോ റോസ് ഇവിടെ വരുന്നുണ്ട്? 1, 2, 3. അപ്പോൾ റാങ്ക് ഓഫ് എ, 0യും 3 ആണ്. റാങ്ക് ഓഫ് എ 3, റാങ്ക് ഓഫ് എ, 0, 3. നമ്പർ ഓഫ് അൺനോൺസ് ഏതൊക്കെയാണ്? ആൽഫ 1, ആൽഫ 2, ആൽഫ 3. അപ്പോൾ എത്ര അൺനോൺസ്? 3. സോ ദെയർഫോർ നമുക്ക് ഇവിടെ വരുന്നത് ദ സിസ്റ്റം റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ, 0 ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ഈക്വൽ ടു 3 വരുന്നുണ്ട്. നമ്മുടെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഡെഫിനിഷൻ അനുസരിച്ചിട്ട് വർക്കിംഗ് റൂൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആർ ഓഫ് എ ഈക്വൽ ടു ആർ ഓഫ് 0 ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ ആൽഫ 1 ഈക്വൽ to alpha 2 equal to alpha 3 is the unique solution എന്ന് നമുക്ക് എഴുതാം. The vectors are linearly independent. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആൻസർ എന്താണ്? ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു ആൽഫ 3 is equal to 0 is the unique solution and hence the vectors, what are the vectors? v1, v2 and v3 are linearly independent. If they are linearly independent, ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. സോ ഇഫ് യു ഹാവ് എ യുണീക്ക് സൊല്യൂഷൻ, ദ കോഎഫിഷ്യൻസ് ആൽഫ 1, ആൽഫ 2, ആൽഫ 3 വിൽ ബി ഈക്വൽ ടു 0. ദെൻ ദ വെക്ടേഴ്സ് v1, v2, v3 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നൗ കം ഹിയർ ദ പ്രീവിയസ് തിയറം. നമ്മുടെ പ്രീവിയസ് തിയറം എന്താണ്? ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ഓഫ് ഡയമെൻഷൻ n, then any set of n linear independent vectors is a basis. Linearly independent vectors ആണെങ്കിൽ it forms a basis. So നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ ദെയർഫോർ ബൈ ദ എബവ് തിയറം വി സേ ദ വെക്ടേഴ്സ് ഫോംസ് എ ബേസിസ്. ആൻഡ് ഓൾസോ വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് R3 ഹിയർ? ഹൗ മെനി വെക്ടേഴ്സ് വി ആർ? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇസ് 3. സോ ദെയർഫോർ ദ ഡയമെൻഷൻ ഇസ് DIM of this vector space is equal to 3 here, and this vectors forms a basis. So now one more question I'll give you, that is we shall consider a 4x4 matrix. നമുക്ക് നേരത്തെ 3 മെട്രിക്സ് ആണ് എടുത്തത്. ഇനി നമുക്ക് 4 മെട്രിക്സ് ഉള്ളത് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വെക്ടേഴ്സ് x1, x2, x3, x4. അവിടെ നേരത്തെ നമ്മൾ v1, v2, v3 എടുത്തു. ഇവിടെ x1, x2, x3, x4 ഫോംസ് എ ബേസിസ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ നോക്കേണ്ടത്? വി ഹാവ് ടു ചെക്ക് വെദർ ദ വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ചെക്ക് വെദർ ദ വെക്ടേഴ്സ് x1, x2, x3 and x4 are linearly independent. If they are linearly independent, then the corresponding coefficients also should be equal to 0. Linearly independent ആണെങ്കിൽ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? We should have the condition rank of A should be equal to rank of A, 0. That is also equal to എന്തായിരിക്കണം? Equal to number of unknowns. ഇങ്ങനെ നമുക്ക് കിട്ടുവാണെങ്കിൽ we will be getting a unique solution which forms a linearly independent. അപ്പോൾ നമ്മുടെ വെക്ടേഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കണ്ടീഷൻ എന്താണ്? ലെറ്റ് us assume that let alpha 1 x1 plus alpha 2 x2 plus alpha 3 x3 plus alpha 4 x4 is equal to 0. x1 വാല്യൂ, x2 വാല്യൂ, x3 വാല്യൂ, x4 വാല്യൂ എടുക്കാം. Now you will be getting here 4 equations. 4 equations നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈക്വൽ ടു 0 and means it is 0 വെക്റ്റർ ആണ്. 0 വെക്റ്റർ ആകുമ്പോൾ കോളം വെക്റ്റർ 0. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ മെട്രിക്സ് ഫോമിലോട്ട് 4 ഇക്വേഷൻസ് എടുത്തതിന് ശേഷം ഇതിനെ മെട്രിക്സ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് 0, 1, 1, 1 and 1, 0, 1, 1, 1, 1, 0, 1, 0, sorry 1, 1, 1, 1, 0. ഇതാണ് നമ്മുടെ മെട്രിക്സ് ഫോം. ഇനി ഇതിൽ വരുന്ന വെക്ടേഴ്സ് ഏതൊക്കെയാണ്? ആൽഫ 1, ആൽഫ 2, ആൽഫ 3, ആൽഫ 4 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ 0 വെക്ടർ 0, 0, 0, 0. നൗ വി ഹാവ് ടു കൺസിഡർ. ഇപ്പോൾ ഇത് എ മെട്രിക്സ്, ഇത് 0 മെട്രിക്സ്. സോ ദെയർഫോർ എ, 0 ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഇസ് എ, 0 കൺസിഡർ ചെയ്യാം. ദ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു
4 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുമ്പോൾ തന്നെ എ മെട്രിക്സും സീറോ മെട്രിക്സും കമ്പൈൻ ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ ഫസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇതിൽ വരുന്ന മെട്രിക്സിനനുസരിച്ച് എക്കിലോൺ ഫോം, അതായത് എക്കിലോൺ ഫോമിൻ്റെ മെട്രിക്സ് എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ മെട്രിക്സിനകത്ത് ഫസ്റ്റ് ലീഡിങ് എൻട്രി ഷുഡ് ബി 1 ആയിരിക്കണം. നമുക്കിവിടെ ലീഡിങ് എൻട്രി എന്താണ്? 0. അപ്പോൾ അത് നമുക്ക് മാറ്റണം. അതെങ്ങനെ നമ്മൾ ചെയ്യും? വി ക്യാൻ ഡു ഓഫ് എനി എക്സ്ചേഞ്ച്. ഏതെങ്കിലും ഒരു റോയെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് അവിടെ 1 ആക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സെക്കൻഡ് റോയെ നമുക്ക് മേളിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് റോയും ഫസ്റ്റ് റോയും നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം. R2 ആൻഡ് R1 എക്സ്ചേഞ്ച് R2 ആൻഡ് R1. കാരണം എന്താണ്? നമുക്ക് ലീഡിങ് എൻട്രി 1 ആയിരിക്കണം. വി ഷുഡ് ഹാവ് ദ ലീഡിങ് എൻട്രി ടു ബി 1 ആൻഡ് ഓൾ അതർ എൻട്രീസ് ബിലോ ദിസ് 1 ഷുഡ് ബി ഈക്വൽ ടു 0. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 1 ആക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം R2ഉം R1ഉം എക്സ്ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1ന് താഴെ എത്ര സീറോസ് വരണം? 3 സീറോസ് വരണം. പക്ഷെ നമുക്കിവിടെ ഉണ്ടോ? ഇല്ല. നമുക്കിവിടെ ഒരു സീറോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എത്ര കാൽക്കുലേഷൻ കൊടുക്കണം? ഒരു 1ന് താഴെ ഫസ്റ്റ് റോ ഫിക്സ് ചെയ്താൽ 3 കാൽക്കുലേഷൻ കൊടുക്കേണ്ടി വരും. കാരണം എത്ര കിട്ടാൻ? 3 സീറോ വേണമെങ്കിൽ 3 കാൽക്കുലേഷൻ കൊടുക്കേണ്ടി വരും. പക്ഷെ നമുക്കിവിടെ ആൾറെഡി ഒരു സീറോ ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര കാൽക്കുലേഷൻസ് കൊടുക്കേണ്ടി വരും? 2 കാൽക്കുലേഷൻസ് കൊടുക്കണം. അതായത് R3ക്കും R4നും നമ്മൾ കാൽക്കുലേഷൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ R3 നമുക്ക് കാൽക്കുലേഷൻ. അപ്പോൾ R2ന് കാൽക്കുലേഷൻ വേണോ? വേണ്ട. R2ന് വേണ്ട, കാരണം അവിടെ ആൾറെഡി 0 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റോ. അപ്പോൾ R3ക്ക് നമ്മുടെ കാൽക്കുലേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? R3 ഈസ് റീപ്ലേസ്ഡ് വിത്ത്, സീ ഹിയർ, ഞാനിവിടെ R3ക്ക് കാൽക്കുലേഷൻ കൊടുക്കുകയാണ്. അതായത് R3 ഈസ് റീപ്ലേസ്ഡ് വിത്ത് R3 മൈനസ് R1. കാരണം ഈ എൻട്രി എനിക്ക് 0 ആക്കണം. ഇനി ഇതും 0 ആക്കണം. അപ്പോൾ R4 ഈസ് റീപ്ലേസ്ഡ് വിത്ത് R4 മൈനസ് R1. അങ്ങനെ കൊടുക്കുമ്പോൾ എൻ്റെ എൻട്രി വാല്യൂസ് എന്തൊക്കെയാണ് വരുന്നത്? 1 മൈനസ് 1 0, 1 മൈനസ് 0 1, 0 മൈനസ് 1 മൈനസ് 1, 1 മൈനസ് 1 0 0. അടുത്തത് 1 മൈനസ് 1 0, 1 മൈനസ് 0. അപ്പോൾ ഇവിടെ 1 മൈനസ് 1 0, 0 മൈനസ് 1 മൈനസ് 1 0. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്തത് ഫസ്റ്റ് റോ അങ്ങ് വിട്ടേക്ക്. ഫസ്റ്റ് റോ നമ്മളിവിടെ ആദ്യം ഫസ്റ്റ് റോയാണ് ഫിക്സ് ചെയ്തത്. ഇനി നമുക്ക് സെക്കൻഡ് റോ ഫിക്സ് ചെയ്യുക. സെക്കൻഡ് റോ ഫിക്സ് ചെയ്യുമ്പോൾ താഴെ എത്ര കാൽക്കുലേഷൻ വേണ്ടി വരും? 2 കാൽക്കുലേഷൻ. അപ്പോൾ സെക്കൻഡ് റോയിലെ ലീഡിങ് എൻട്രി 1 ദാ ഇവിടെ വരുന്നുണ്ട്. അതിന് താഴത്തെ ആ ഒരു 0 1, ഇതിന് താഴത്തെ 2 എൻട്രി എന്താക്കണം? നമ്മൾ 0 ആക്കണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? R3 ദാറ്റ് ഈസ് R2 ഇസ് റീപ്ലേസ്ഡ് വിത്ത് റെസ്പെക്ട് ടു R2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ R3 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R3 മൈനസ് R2 ആൻഡ് R4 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R4 മൈനസ് R2. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ 1 മൈനസ് 1 എന്താ? ഇവിടെ 0. ഇവിടെ ആൾറെഡി 0 മൈനസ് 0 0, 1 മൈനസ് 1 0, മൈനസ് 1 മൈനസ് 1 മൈനസ് 2, 0 മൈനസ് 1 മൈനസ് 1, 0 മൈനസ് 0 0, പിന്നെ 0 അടുത്ത 0 മൈനസ് 0 0, 0 1 മൈനസ് 1 ഇവിടെ 0, ദെൻ നെക്സ്റ്റ് 0 മൈനസ് 1 മൈനസ് 1, വീണ്ടും മൈനസ് 1 മൈനസ് 1 മൈനസ് 2 0. അങ്ങനെ നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത കാൽക്കുലേഷൻ നോക്കണം. അതായത് ഫസ്റ്റ് റോ ഫിക്സ് ചെയ്തു, താഴെ 2 കാൽക്കുലേഷൻ. സെക്കൻഡ് റോ ഫിക്സ് ചെയ്തു, താഴെ 2 കാൽക്കുലേഷൻ. ഫസ്റ്റ് റോ ഫിക്സ് ചെയ്തപ്പോൾ 3 കാൽക്കുലേഷനാണ്. സെക്കൻഡ് റോ ഫിക്സ് ചെയ്തപ്പോൾ താഴെ 2 കാൽക്കുലേഷൻ. നമുക്കിവിടെ ഫസ്റ്റ് റോ ഫിക്സ് ചെയ്താൽ 3 കാൽക്കുലേഷനാണ് ചെയ്യേണ്ടത്. പക്ഷേ ആൾറെഡി ഒരു എൻട്രി 0 ആയത് കാരണം നമുക്ക് 2 ചെയ്യേണ്ടി വന്നുള്ളൂ. സെക്കൻഡ് റോ ഫിക്സ് ചെയ്യുമ്പോൾ താഴെ 2 കാൽക്കുലേഷൻ. ഇനി നമ്മൾ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും അതേപടി എഴുതുക. തേർഡ് റോ ഫിക്സ് ചെയ്യുക. അതായത് ഫിക്സ് ദ തേർഡ് റോ. തേർഡ് റോ ഫിക്സ് ചെയ്യുമ്പോൾ താഴെ ഒരു റോ മാത്രമേ ഉള്ളൂ. അപ്പോൾ തേർഡ് റോയിലെ ലീഡിങ് എൻട്രി എന്ന് പറയുന്നത് ഏതാണ്? 0 0 മൈനസ് 2 ആണ്. ഈ മൈനസ് 2വിൻ്റെ താഴെയാണ് നമ്മൾ 0 കൊണ്ടുവരേണ്ടത്. അതായത് ഈ എൻട്രി നമ്മൾ 0 ആക്കണം. അതിനായിട്ട് R4ൻ്റെ കാൽക്കുലേഷൻ, R4 ഇസ് റീപ്ലേസ്ഡ് വിത്ത് 2 ഇൻറ്റു വാട്ട് ഇസ് ദ വാല്യൂ? 2 ഇൻറ്റു R4 മൈനസ് R3 കൊടുക്കാം. അപ്പോൾ 2 ഇൻറ്റു R4 മൈനസ് R3. അപ്പോൾ മൈനസ് 2 മൈനസ് മൈനസ് 2, മൈനസ് 2 പ്ലസ് 2 ഇവിടെ എൻട്രി എന്താവും?
0. ഓൾറെഡി ഈ രണ്ട് എൻട്രീസും 0 തന്നെയാണ്. ഇനി ഇവിടെ 0. ഇനി ഇവിടെ മൈനസ്, അതായത് 2 ഇൻറ്റു, അപ്പോൾ -4 ഇൻറ്റു -(-1). അപ്പോൾ -4 + 1 = -3. അതാണ് ഇവിടെ -3. ലാസ്റ്റ് എൻട്രി 0. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒറിജിനൽ മെട്രിക്സിനെ അങ്ങ് വിട്ടേക്ക്. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ മെട്രിക്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ നിന്ന് എ മെട്രിക്സ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. സോ ഇതിൽ നിന്ന് therefore A matrix is, what is A matrix? എന്താണ്? 1 0 1 1 0 1 1 1 0 0 -2 -1 0 0 0 -3. ഇത് നമ്മൾ എഴുതിയതിന് ശേഷം ഇതിൽ റാങ്ക് ഓഫ് എ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആർ ഓഫ് എ ഇസ് ഈക്വൽ ടു എത്രയാണ്? എത്ര നമ്പർ ഓഫ് നോൺ സീറോ റോസ് വരുന്നുണ്ട് ഇവിടെ? ഇറ്റ് ഈസ് 4. നമ്പർ ഓഫ് നോൺ സീറോ റോസ് 4 വരുന്നുണ്ട്. ലാസ്റ്റ് റോ ഫുള്ളും 0 ആണെങ്കിൽ ആർ ഓഫ് എ വന്നിട്ട് നമുക്ക് 3 കൊടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു നോൺ സീറോ എൻട്രി ഉള്ളത് കാരണം റാങ്ക് ഓഫ് എ എത്രയാണ്? 4 ആണ് വരുന്നത്. ഇനി റാങ്ക് ഓഫ് എ, 0. ഈ മൊത്തത്തിൽ നോക്കുക. ഇതിൽ മൊത്തം നോൺ സീറോ റോസ് എത്ര വരുന്നുണ്ട്? 1 2 3 4th റോയിലും ഒരു നോൺ സീറോ എലമെൻ്റ് ഉണ്ട്. സോ റാങ്ക് ഓഫ് എ, 0 ഓൾസോ ഈക്വൽ ടു 4. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ആൽഫ 4. സോ 4 നമ്പർ ഓഫ് അൺനോൺസ്. അപ്പോൾ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ, 0 ഈക്വൽ ടു 4, വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്, ദാറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു 4. ഹെൻസ് വി സേ ദാറ്റ് ദ വെക്ടേഴ്സ് ആൽഫ 1 ആൽഫ 2 ആൽഫ 3 alpha 4 is equal to 0 is the unique solution, which means that if you get a unique solution, the vectors are linearly independent. x1 x2 x3 and x4 are linearly independent. Now how many elements we are considering here? 4. Number of elements is 4. Therefore the dimension of R4 is equal to 4. The 4 vectors x1 x2 x3, hence it forms a basis. If it is linearly independent, it forms a basis. Otherwise it does not form a basis. ഓക്കെ, നമ്മൾ 2 ക്വസ്റ്റ്യൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് നോക്കി. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം, ലീനിയർലി അതായത് നോട്ട് ഫോമിങ് എ ബേസിസ് വരത്തക്ക രീതിയിൽ. അപ്പോൾ പ്രൂവ് ദാറ്റ് ദ വെക്ടേഴ്സ് 2 -2 3 3 4 1 1 2 0 ഡു നോട്ട് ഫോം എ ബേസിസ് ഫോർ R3. അപ്പോൾ നമ്മൾ ഡു നോട്ട് ഫോം എ ബേസിസ് ആണെങ്കിലും ശരി, ഫോം എ ബേസിസ് ആണെങ്കിൽ നമ്മളെപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്ന കണ്ടീഷൻ ഇത് തന്നെയാണ്. അപ്പോൾ പ്രൂവ് ദാറ്റ് ദ വെക്ടേഴ്സ്, നമ്മൾ എടുത്തിരിക്കുന്ന വെക്ടേഴ്സിനെ v1 v2 v3 എന്ന് എടുക്കുക. എടുത്തതിന് ശേഷം ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 ആൽഫ 3 v3 എന്ന് എടുക്കുക. അതിനുശേഷം വെക്ടേഴ്സിൻ്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേന് നമുക്ക് ആദ്യം ഫസ്റ്റ് കോഎഫിഷ്യൻറ്റിനെ ഒരു ഇക്വേഷനായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 2 ആൽഫ 1 3 ആൽഫ 2 പ്ലസ് ആൽഫ 3 ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ -2 ആൽഫ 1 പ്ലസ് 4 ആൽഫ 2 പ്ലസ് 0 ആൽഫ 3 2 ആൽഫ 3 is equal to 0 and 3 alpha 1 plus alpha 2 plus 0 alpha 3 equal to 0. ഇനി മെട്രിക്സ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. Then this is A matrix. So augmented matrix. Augmented matrix is A, 0. A matrixും 0 matrixും കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് കാൽക്കുലേഷൻ നമുക്ക് ഫസ്റ്റ് റോ ഫിക്സ് ചെയ്യാം. ഇവിടെ ലീഡിങ് എൻട്രി 1 ആയിരിക്കണം എന്നാണ്. ഇവിടെ ലീഡിങ് എൻട്രി എന്താണ്? 1 അല്ല 2 ആണ്. വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് അത് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ആദ്യമേ അത് ചെയ്യാൻ നിൽക്കരുത്. കാരണം ആദ്യമേ ഇത് 1 ആക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഫ്രാക്ഷൻസ് ആയിരിക്കും വരുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് യു വോണ്ട് ടു കൺവേർട്ട്, യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ദ ലാസ്റ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us take first fix the first row. First row fix ചെയ്യുമ്പോൾ how many calculations? We need 2 calculations. R2 is replaced with R2 plus R1 and R3 is replaced with R3 അപ്പോൾ R3 ഇവിടെ 0 ആക്കണമെങ്കിൽ ഇവിടെ എന്താണ്? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു R3 മൈനസ് 3 ഇൻറ്റു R2 എന്ന് കൊടുക്കുക. സോ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 0 then 4 plus 3 7 2 plus 1 3 0. നെക്സ്റ്റ് വൺ ഇവിടെ നിങ്ങൾക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. തേർഡ് റോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഫസ്റ്റ് റോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ വരുന്ന ആൻസർ 0 -7 -3 0. സോ നമുക്ക് 2 കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് റോ വിട്ടേക്കണം, ഫിക്സ് ദ സെക്കൻഡ് റോ. സോ വി ഹാവ് ടു ഫിക്സ് ദ സെക്കൻഡ് റോ. സോ ഫസ്റ്റ് 2 റോയും അതേപോലെ എഴുതുക. തേർഡ് റോ കാൽക്കുലേഷൻ എന്താണ്? R3 is replaced with R3
plus with respect to the second row അപ്പോൾ R2 ആഡ് ചെയ്യുമ്പോൾ you will be getting 0 0 0. അപ്പോൾ റാങ്ക് ഓഫ് A, 0 ഇതാണ് A, 0. ഈ മെട്രിക്സിൻ്റെ റാങ്ക് എത്രയാണ്? എത്ര നോൺ സീറോ റോസ് വരുന്നത്? 2 എണ്ണം. സോ therefore റാങ്ക് ഓഫ് A, 0 is equal to 2. Therefore now take the A matrix from this matrix. ഇതിൽ നിന്ന് A matrix എടുക്കുക. Take out A is equivalent to 2 3 1 0 7 3 0 0 0. Therefore now the rank of the matrix, number of non-zero rows എത്ര വരുന്നുണ്ട്? It is equal to 2. Therefore we are getting, therefore rank of A is equal to rank of A, 0 equal to 2, which is less than number of unknowns, which means that the system has a non-trivial solution. നമ്മുടെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ്? ഇഫ് ഇറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ മാത്രമേ യുണീക്ക് സൊല്യൂഷൻ. ഇഫ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് A, 0 which is less than number of unknowns ആണെങ്കിൽ the system has non-trivial solution. Then the vectors are linearly dependent. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വരുന്നത്? നമുക്ക് ഇവിടെ വരുന്നതും നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ്. ദാറ്റ് മീൻസ് ദ വെക്ടേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്, നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നമുക്കിവിടെ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ആണ് വരുന്നത്. ആൻഡ് ദീസ് വെക്ടേഴ്സ് ഡു നോട്ട് ഫോം എ ബേസിസ് ഫോർ R3. ദിസ് ഇസ് ദ കണ്ടീഷൻ. സോ ഈ പ്രോബ്ലത്തിൽ വിച്ച് ഡു നോട്ട് ഫോം എ ബേസിസ് ഫോർ R3. സോ നമ്മളിവിടെ 3 പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ഒരെണ്ണം നോട്ട് ഫോമിങ് എ ബേസിസ്, 2 ക്വസ്റ്റ്യൻ ഫോമിങ് എ ബേസിസ്. അതിൽ ഒരെണ്ണം 3/3, ഒരെണ്ണം 4/4 ആണ് വരുന്നത്. So hope you could have understood this video. If you have any doubts, please comment in the comment section. Thank you.